ഞാനൊരു ഹദീസ് പറഞ്ഞു തരാം. ഈ ഒരു ഹദീസ് പ്രവാസികളായ പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന ഒരു ഹദീസാണ്. പ്രവാസികൾ മാത്രമല്ല, നാട്ടിലുള്ളവർക്കും ആശ്വാസം നൽകുന്ന ഒരു ഹദീസാണ്. ഇത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ അൽഹംദുലില്ലാഹ് പറയും. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇപ്പോഴത്തെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ സ്വർഗവാസികളിൽ കൂടുതലും കണ്ടത് പാവപ്പെട്ടവരെയാണ് എന്നുള്ളത്. ഏത് പാവപ്പെട്ടവർ? ഒരുപാട് വർഷമായി വീടിന്റെ പണി തുടങ്ങിയിട്ട് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഒരുപാട് വർഷമായി ഗൾഫിൽ വന്നിട്ട് ഇതുവരെ ഗൾഫ് മതിയാക്കി പോകാൻ പറ്റുന്നില്ല. അടങ്ങൾ തീരുന്നില്ല. മക്കളെ കാണാതെ ഒരുപാട് വർഷമായി. അതുപോലെ തന്നെ മക്കളില്ലാത്ത ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ച് മക്കളെ കിട്ടാതെ അവസാനം മരണപ്പെടുന്നു. അഥവാ അതിന് മക്കളെ കിട്ടിയിട്ട് ഒരു ദിവസം പോലും 2 ദിവസം ഓമനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുന്നു. വീട് ഒരുപാട് വർഷങ്ങൾ നമ്മൾ കെട്ടിപ്പണിഞ്ഞ് അവസാനം ആ വീടിൽ 1 ദിവസം 2 ദിവസം കിടന്ന് മരണപ്പെടുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ആൾക്കാരുണ്ടല്ലോ, അതായത് ഒരുപാട് ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് അത് സാധിക്കാതെ മരണപ്പെട്ടു പോകുന്ന ആൾക്കാരില്ലേ, അവർക്കുള്ളതാണ് സ്വർഗം. ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഞാൻ സ്വർഗത്ത് ഏറ്റവും കൂടുതൽ കണ്ടത് പാവപ്പെട്ടവരെയാണ്. അതെ, പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ദുനിയാവിൽ അവർ ആഗ്രഹിച്ചതൊന്നും സാധിക്കാതെ, അവർ ആഗ്രഹിക്കുന്നതൊന്നും ലഭിക്കാതെ പരീക്ഷണങ്ങളും രോഗങ്ങളും അതുപോലെ മക്കൾ മരണപ്പെടുകയും വീടില്ലാതെ വീട് നഷ്ടപ്പെടുകയും അങ്ങനെ ഒരുപാട് കഷ്ടപ്പാട് മനസ്സിൽ ആഗ്രഹം ബാക്കി വെച്ച് മരണപ്പെട്ടു പോയ പാവപ്പെട്ടവർക്കാണ് സ്വർഗമുള്ളത്. സമ്പന്നന്മാർ സ്വർഗത്തിൽ എത്തുന്നതിന് 500 വർഷം മുമ്പ് തന്നെ പാവപ്പെട്ടവർ സ്വർഗത്തിലെത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേപോലെ റസൂലുള്ള സമ്പത്ത് ആഗ്രഹിക്കാത്തതും, റസൂലുള്ള ദരിദ്രനായി ജീവിച്ചത് ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും, മിസ്കീനായി ജനിച്ച് മിസ്കീനായി മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചതും അതുകൊണ്ട് തന്നെയാണ്. നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമ്പത്തും അതുപോലെ തന്നെ ഒരുപാട് പൈസാന്റെ പിറകെ പോകുന്ന ആൾക്കാരും ഇന്ന് പള്ളിയിലേക്ക് വരാനോ ദുആ ചെയ്യാനോ അവർക്ക് സമയമില്ല. ദുആ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ല കൊടുത്തിട്ടുണ്ട്, പള്ളിക്കും വരുന്നില്ല. അപ്പോൾ പാവപ്പെട്ടവരാണ് കൂടുതൽ പള്ളിയിൽ. കാരണം അവർക്ക് ഒരുപാട് അള്ളാഹുവിനോട് പറയാനുണ്ട്. അവരുടെ സങ്കടങ്ങളെല്ലാം പറയുന്ന, അള്ളാഹുവിനോട് നിസ്കരിക്കുന്നത്, അവർ നന്ദി കാണിക്കുന്നത്. പക്ഷെ സമ്പന്നന്മാർ, സമ്പന്നതയായ കുറ്റം പറയുന്നല്ല, സമ്പന്നത ഏറ്റവും വലിയ പരീക്ഷണം, ഒരു ഡേഞ്ചറാണ്. നിങ്ങൾ തന്നെ വിലയിരുത്തി നോക്കുക. പൈസ ഇല്ലാത്ത കാലത്ത് ഗൾഫിലേക്ക് ആദ്യം വരുമ്പോൾ നിങ്ങൾ ആദ്യത്തെ സപ്പിലായിരുന്നു അല്ലേ? അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്തിട്ടില്ല, പണി കിട്ടണം, ബിസിനസ്. ഇപ്പോൾ പൈസ വന്നപ്പോൾ നിങ്ങൾക്ക് അള്ളാഹിനെ വേണ്ട, പള്ളിയെ വേണ്ട, ദുആ ചെയ്യാനേ സമയമില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന സമ്പത്താണെങ്കിൽ അത് നഷ്ടത്തിന്റെ സമ്പത്താണ്, അത് നിങ്ങളെ നരകത്തിലെത്തിക്കുന്ന സമ്പത്താണ്. അതുകൊണ്ട് പൈസ കൂടുന്നതിനനുസരിച്ചിട്ട് ശുക്റാണ് കൂടുതലുണ്ട്, അള്ളാഹുവിലേക്ക് ഇബാദത്താണ് കൂടുതലുണ്ടത്. അത് പക്ഷെ എവിടെയും കാണുന്നില്ല. കൂടുതലും അള്ളാഹുവിലേക്ക് അടുക്കുന്നത് പാവപ്പെട്ടവരാണ്.